എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഹെൽത്തിയും വ്യത്യസ്തവുമായ 2 ലൈം ജ്യൂസിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമുക്കത് ചെയ്യാനായിട്ട് എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ടല്ല എടുക്കുന്നത്, ഇതിലേക്ക് നമ്മൾ ഈ നാരങ്ങ തന്നെ ഇട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയാണ്. ചെറിയൊരു കഷ്ണം മതി നമുക്ക്. നമ്മൾ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ, അതായത് പച്ചമാങ്ങ. നമ്മൾ ഇന്ന മാങ്ങ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും പച്ചമാങ്ങ ഇട്ട് കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പുതിനയില ആവശ്യമാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തേനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് തയ്യാറാക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തേൻ ആഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം തേൻ വെച്ചും ചെയ്യാം, ഒരെണ്ണം പഞ്ചസാര വെച്ചും ചെയ്യാം. നമുക്കിനി ലൈം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ആഡ് ചെയ്യാം. ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കനപ്പരസം വരും. അപ്പോൾ കുറച്ച് നേരം വെക്കണതാണെന്നെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് നാരങ്ങ ആഡ് ചെയ്യാതെ അതിൻ്റെ ജ്യൂസ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് പെട്ടെന്ന് എടുക്കണതുകൊണ്ടാണ് നാരങ്ങ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, മാങ്ങ ആഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യാനുസരണം തേൻ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇത് അരച്ച് കറക്റ്റായിട്ടുണ്ട്. ഞാൻ മധുരം നോക്കിയപ്പോൾ എനിക്ക് സ്വല്പം മധുരം കുറവുണ്ട്, അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടെ തേൻ ആഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് തേനിൻ്റെ അളവിലൊക്കെ മാറ്റമൊക്കെ വരുത്താം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല തേനിന് പകരം പഞ്ചസാര ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഞാനിത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മളിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം ഐസ് ക്യൂബുകൾ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു ഹെൽത്തി ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ലൈം ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ആഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിലേക്ക് പുതിന ആവശ്യത്തിന്, അതായത് പുതിന ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമുക്ക് പുതിനയുടെ ഔഷധ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് പുതിനയില ആഡ് ചെയ്യാം. പുതിനയിലയും അതുപോലെ തന്നെ ചെറുനാരങ്ങയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിനുശേഷം നമുക്ക് ഇഞ്ചി ആഡ് ചെയ്തിട്ട് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള 2 വ്യത്യസ്ത ലൈം ജ്യൂസുകളൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്തൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിത് തയ്യാറാക്കിയിട്ട് കുറച്ച് നേരം വെക്കണതാണെങ്കിൽ തീർച്ചയായിട്ടും നാരങ്ങ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് അടിക്കരുത്. നാരങ്ങ കുറച്ച് നേരം വെച്ചാൽ നല്ലൊരു കനപ്പരസം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കണൊന്ന് ദയവായി ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.